അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞ് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർത്ത നമ്മുടെ സ്രഷ്ടാവും കർത്താവുമായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, തിരുമുമ്പിൽ ഞാൻ വണങ്ങുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ സമയം ആദരവോടെ അറിയിക്കുന്നു. ഇന്നും നമുക്ക് പതിവ് പോലെ തിരുസന്നിധിയിൽ വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. അതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ വിശേഷമായ വെളിപ്പാട് പ്രാപിച്ചതിനെ കുറിച്ചാണ്. ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന ധാരാളം സംഭവങ്ങളിൽ ഒരു ചെറിയ സംഭവമാണ് 7-ാം അധ്യായത്തിൽ നിന്നും, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നും 14-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിയ ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം 144,000 പേരെ കർത്താവ് മുദ്രയിട്ട് ദൈവത്തിനായി മാറ്റി നിർത്തുന്നതും ലോകമെങ്ങും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിപ്പാൻ ദൈവം അവരെ നിയമിക്കുന്നതും, അപ്പോൾ തന്നെ മഹാപീഡനകാലത്തെ രക്തസാക്ഷികളായി അവർ തീരാതെ, ശത്രുവിന് അവരെ കൊല്ലുവാൻ കഴിയാതെ ദൈവം അവരെ സൂക്ഷിച്ച് നിർത്തുന്നതുമായ വിഷയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ കണ്ടത് ഈ 144,000 പേരുടെ സ്വത്വം, അവരുടെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളതായിരുന്നു. അതിൽ 7-ാം അധ്യായത്തിൽ നിന്നും 14-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. 14-ന്റെ 4-ഉം 5-ഉം വാക്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ വായിച്ചത്. 3-ഉം 4-ഉം 5-ഉം വാക്യങ്ങൾ ഇന്നും കൂടെ ഒരാൾക്ക് വായിക്കാം. 14 verses 3, 4 and 5. And they were singing a new song before the throne and before the 4 living creatures and before the elders. No one could learn that song except the 144,000 who had been redeemed from the earth. It is these who have not defiled themselves with women, for they are virgins. It is these who follow the Lamb wherever he goes. These have been redeemed from mankind as first fruits for God and the Lamb. And in their mouth no lie was found, for they were blameless. Praise God. അവരുടെ ഹോൾ ഹാർട്ടഡ് ഡിവോഷൻ, ദൈവത്തിനായുള്ള പൂർണ്ണ ഹൃദയ സമർപ്പണം, പൂർണ്ണ ഹൃദയ വിശുദ്ധി, പൂർണ്ണ ഹൃദയ വിശുദ്ധീകരണം നമുക്കിവിടെ കാണാം. There was no lie in their mouth. അവരുടെ അധരങ്ങളിൽ വ്യാജം, ഭോഷ്ക് ഉണ്ടായിരുന്നില്ല. അവർ ദൈവത്തിനും കുഞ്ഞാടിനും വിശുദ്ധന്മാരായിരുന്നു. സ്തോത്രം. അവരുടെ ആ വിശുദ്ധമായ അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ കന്യകമാർ എന്ന് പറഞ്ഞതിൻ്റെ ആദ്യത്തെ അർത്ഥം നമ്മൾ ഇന്നലെ കണ്ടല്ലോ. ദൈവത്തിനു വേണ്ടി
പൂർണ്ണമായും വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിനായി പൂർണ്ണമായും വിശുദ്ധി പാലിച്ചവർ. നമുക്കറിയാം വിശുദ്ധന്മാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ 4 കാര്യങ്ങളെ ഒരിക്കലല്ല പലപ്പോഴായി ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ശക്തി, വിശുദ്ധി, വേർപാട്, വ്യത്യസ്തത. ഈ 4 കാര്യങ്ങളെ നമ്മൾ ബന്ധിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. വേദപുസ്തകപ്രകാരം ശക്തിക്ക് ആധാരം വിശുദ്ധിയാണ്. വിശുദ്ധിയിൽ അതിൻ്റെ പ്രാഥമിക അർത്ഥം വേർപാട് എന്നുള്ളതാണ്. ആ വേർപെട്ടതാണെങ്കിൽ അതിന് വ്യത്യാസവും ഉണ്ടായിരിക്കണം. സ്തോത്രം. These 4 things we have already learned: spiritual power, holiness, separation, and difference. There are different types of powers, influences, but the spiritual power the scripture introduces is based on the holiness. For holiness, there should be separation. Separation should possess a difference. So, a power without holiness, a holiness without separation, a separation without difference is not at all Christian and scriptural. ഈ 4 കാര്യങ്ങൾ നാം ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിച്ചിട്ടുള്ളത് ഓർമ്മ കാണും നിങ്ങൾക്ക്. സ്തോത്രം. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് വിശുദ്ധിയില്ലാത്ത ശക്തി, വേർപാടില്ലാത്ത വിശുദ്ധി, വ്യത്യാസം ഇല്ലാത്ത വേർപാട്. ഇവകളൊന്നും ക്രൈസ്തവ്യമല്ല, തിരുവചനപ്രകാരമുള്ളതും അല്ല. ദൈവവചനപ്രകാരമുള്ള ശക്തി, അതിന് വിശുദ്ധി ഉണ്ടായിരിക്കും. വിശുദ്ധിക്ക് ശക്തിയും കാണും, ശക്തിക്ക് വിശുദ്ധിയും കാണും. ദൈവവചനപ്രകാരമുള്ള വിശുദ്ധിക്ക് വ്യത്യാസമുണ്ടാവും, വേർപാടും. അപ്പൊ ഈ 4 കാര്യങ്ങളും വളരെ കോർത്തിണങ്ങിക്കിടക്കുകയാണ്. അതാണ് നമ്മൾ ഈ അധ്യായത്തിലും ഇവിടെയും കാണുന്നത്. ഈ വിശുദ്ധന്മാരെ തൊടുവാൻ എതിർക്രിസ്തുവിന്റെ ശക്തികൾക്ക് സാധിച്ചില്ല. തൊടുവാൻ എന്ന് പറഞ്ഞാൽ കൊല്ലുവാൻ കഴിഞ്ഞില്ല. അവരിപ്പോൾ കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ കാണപ്പെടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ മുദ്രയാണ്. ദൈവം അവരെ മുദ്രയിട്ട് വേർതിരിച്ച് മാറ്റി നിർത്തി. അവർ മലിനപ്പെടാതെ കഷ്ടതകളുടെ നടുവിലും ദൈവത്തിനായി നിലനിന്നു. അതുപോലെ അവർ ഭോഷ്കില്ലാത്ത അവർ ദൈവവിശുദ്ധരായിരുന്നു. സ്തോത്രം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അത്രയും കാര്യങ്ങളിൽ ഇനിയും എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ഏതെങ്കിലും കാര്യങ്ങൾ വ്യക്തമാകാതെ ഉണ്ടെങ്കിൽ. ഒന്നും ഇല്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കിക്കൊള്ളട്ടെ.
സ്തോത്രം. അപ്പൊ നമ്മൾ കണ്ടു ഇവർ മുദ്രിത ഗണമാണ്. മുദ്രിത ഗണം. ഈ മുദ്ര അല്ലെങ്കിൽ അടയാളത്തിന് 5 പ്രധാന അർത്ഥങ്ങളുള്ളതായി വേദപഠിതാക്കൾ പറയുന്നു. There are 5 connotations for this seal. അതിൽ ചിലത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് ഉടമസ്ഥാവകാശമാണ്, ഓണർഷിപ്പ്. So 5-fold connotation or meanings of sealing. വേദപുസ്തക കാലത്ത് ഈ പുസ്തകം, ഈ ലേഖനങ്ങൾ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതപ്പെട്ട കാലത്ത് നിലനിന്നിരുന്ന ചില അർത്ഥങ്ങളാണ്. ഉടമസ്ഥാവകാശം, ഉടമസ്ഥത. പ്രത്യേകിച്ച് നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു അടിമ 6 വർഷം ഒരു യജമാനനെ സേവിച്ചാൽ 7-ാം വർഷം അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. എന്നാൽ അവൻ പറയുകയാണ്, ഇല്ല, ഇത് നല്ല യജമാനനാണ്, ഈ യജമാനന്റെ കൂടെ ഞാൻ ഇനി ആയുഷ്കാലം മുഴുവൻ ജീവിച്ചോളാം. ചിലപ്പോൾ ആ യജമാനന്റെ അടുത്ത് ഇവൻ ജോലി ചെയ്ത കാലത്തായിരിക്കും യജമാനൻ ഇവനെ കല്യാണം കഴിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ ഭാര്യയും കൊണ്ടും മക്കളെയും കൊണ്ടും പോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഇവൻ പറയുകയാണ്, നല്ല യജമാനനാ, എനിക്ക് ഭാര്യയും പിള്ളേരും ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ ആയുഷ്കാലം മുഴുവനും ദാസനായിട്ട് തുടർന്നു കൊള്ളാം. നമുക്കറിയാം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ ചെവി കട്ടിലോട് ചേർത്ത് തുളയ്ക്കണം. അതെ, അതെ. അപ്പോൾ ഒരടയാളമുണ്ട്. ആ അടയാളം, ആ മുദ്ര ഉടമസ്ഥതയുടേതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ജോകുട്ടിച്ചാൻ തന്നെ ചോദിച്ചായിരുന്നല്ലോ, ക്രിസ്തുവിന്റെ ചൂടടയാളം. അതും ഈ അടയാളം തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ അടിമയാണ് താൻ. ക്രിസ്തു നിമിത്തം, ക്രൂശ് നിമിത്തം താൻ അനുഭവിച്ച കഷ്ടതകൾ ചേർത്ത് വെച്ച് പറയുകയാണ്, ഞാൻ മറ്റാരുടെയും വകയല്ല. ധാരാളം അടിയും ഇടിയും ഒക്കെ കൊണ്ട പൗലോസിന്റെ ശരീരം പല ഉപദ്രവങ്ങളുടെയും ശേഷിപ്പുകൾ അടയാളങ്ങളായി തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ പട്ടികയൊക്കെ പൗലോസ് പറയുന്നുണ്ടല്ലോ 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ. അത് വെച്ചുകൊണ്ടാണ് ഗലാത്യരോട് പറയുന്നത്, നിങ്ങൾ വേണ്ടെന്ന് പറയുന്ന, നിങ്ങൾ നിന്ദിക്കുന്ന, നിങ്ങൾ അപര്യാപ്തം, ഇൻസഫിഷ്യന്റ്, നിങ്ങൾ അപര്യാപ്തമെന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശാണ് എൻ്റെ പ്രശംസ. ആ യേശുക്രിസ്തുവിന്റെ ചൂടടയാളം, ക്രിസ്തുവിനോടുള്ള എൻ്റെ സമർപ്പണത്തിന്റെ ഭാഗമാണത്. ഞാൻ ക്രിസ്തുവിനായി കഷ്ടങ്ങൾ സഹിച്ചത്, ഉപദ്രവങ്ങളേറ്റത്, അതിൻ്റെ പല പാടുകളും ശരീരത്തിലുള്ളത്, അത് ക്രിസ്തുവിനോടുള്ള എൻ്റെ കൂറിൻ്റെ, എൻ്റെ ലോയൽറ്റിയുടെ, എൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിന്റെ, എൻ്റെ വിശ്വസ്തതയുടെ അടയാളമാണ്. ഉടമസ്ഥതയാണ് ഈ മുദ്രയുടെ 1-ാമത്തെ അർത്ഥം. സ്തോത്രം. അപ്പോൾ ദൈവം ഇവരെ മുദ്രയിടുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും നാമം ഇവരുടെ മേൽ വെക്കുന്നു എന്ന് വെച്ചാൽ, ദൈവം ഇവരെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ വകയായി മാറ്റി നിർത്തുകയാണ്. എന്റേതാണ് ഇവർ എന്ന അവകാശ പ്രഖ്യാപനമാണത്. അത് നമ്മൾ നേരത്തെ കണ്ടു. നമ്മുടെ മേൽ ഉള്ള മുദ്ര പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. അതും ദൈവത്തിന് നമ്മുടെ മേലുള്ള ഉടമസ്ഥതയുടെ അടയാളമാണ്. രണ്ടാമത്തെ കാര്യം
ഈ യജമാനനോടുള്ള ഭക്തിയുടെ അടയാളമാണ്. അത് റോമ സാമ്രാജ്യത്തിൽ നിന്നുമുള്ള ഒരു ദൃഷ്ടാന്തമാണ്. റോമൻ പടയാളികൾ അവരുടെ പടനായകന്മാരുടെ പേരിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ യജമാനന്മാരോടുള്ള ഭക്തിയാണത്. ഇന്നുമുണ്ടല്ലോ. ഇന്നൊക്കെയാണെങ്കിൽ നമ്മളെ വിളിക്കുന്നത് ഫാൻ ബേസ് എന്ന ആരാധക വൃന്ദം. സിനിമാക്കാർക്ക്, സ്പോർട്സ് കളിക്കാർക്ക്, അത്ലറ്റ്സിന്, രാഷ്ട്രീയക്കാർക്ക്, എന്തിനേറെ നമ്മുടെയൊക്കെ പ്രസംഗകർക്കും പാസ്റ്റേഴ്സിനും വരെ ഇന്ന് ഫാൻ ബേസ് ഉണ്ട്. ഏതായാലും നമ്മുടെ ഇടയിൽ ടാറ്റു അടിക്കുന്നത് അത്ര പ്രചാരത്തിൽ എത്തിയിട്ടില്ല. ഈ ടാറ്റു ചെയ്യുന്നവര് അവരുടെ ഇഷ്ട താരങ്ങളുടെ അല്ലെങ്കിൽ ഇഷ്ട നേതാക്കന്മാരുടെ പേരോ അവരുടെ എംബ്ലമോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമോ ഒക്കെ ദേഹത്ത് കുത്തും. അവരാരെ ആരാധിക്കുന്നുവോ, അവർ ആരോടാണോ കൂടുതൽ കൂറ് കാണിക്കുന്നത്, അവരുടെ എന്തെങ്കിലും അവരുടെ ശരീരത്തിൽ വഹിക്കുക എന്നുള്ളത് സാധാരണമായിരുന്നു. റോമക്കാർക്കിടയിൽ അത് പട്ടാളക്കാർക്കിടയിലായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങളെ നയിക്കുന്ന പടനായകന്മാർ, അവരുടെ ക്യാപ്റ്റൻസ്, അവരുടെ മിലിറ്ററി ലീഡേഴ്സ് അവരുടെ അടയാളം ശരീരത്തിൽ വഹിക്കുകയും പ്രത്യേകിച്ച് യുദ്ധങ്ങൾക്കും മറ്റും പുറപ്പെടുമ്പോൾ അവരുടെ സൈന്യാധിപന്റെ ഒരു അടയാളം തങ്ങൾ ഏൽക്കുകയും ചെയ്യുക പതിവായിരുന്നു. അതുകൊണ്ട് അത് യജമാന ഭക്തിയുടെ അടയാളമായി കാണപ്പെടുന്നു. എന്നാൽ ഇവിടെ ഇവർ സ്വയം ഏൽക്കുകയല്ല, കർത്താവ് ഏൽപ്പിക്കുകയാണ് എന്നതുകൊണ്ട് ഈ രണ്ടാമത്തേതിന് അത്ര വലിയ പ്രാധാന്യം ഇവിടെയില്ല. അപ്പോൾ തന്നെ നമ്മുടെ പടനായകനായ ക്യാപ്റ്റൻ ഓഫ് അവർ ആർമി, നമ്മുടെ സേനാനായകനായ ക്രിസ്തു, നമ്മുടെ യുദ്ധങ്ങൾ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ യുദ്ധങ്ങൾ നയിക്കുന്ന നമ്മുടെ കർത്താവ്, തൻ്റെ അടയാളം, തൻ്റെ സൈന്യങ്ങളായ കർത്താവിന് വേണ്ടി യുദ്ധമുഖത്ത് നിൽക്കുവാൻ പോകുന്ന ഇവരുടെ മേൽ ഏൽപ്പിക്കുന്നത് ഈ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായി കാണുമല്ലോ. മൂന്നാമത്തേത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എ സൈൻ ഓഫ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. സുരക്ഷിതത്വത്തിന്റെ, സംരക്ഷണത്തിന്റെ ചിഹ്നമാണ് ഈ അടയാളം എന്ന് പറയുന്നത്. ഞാൻ വായിച്ചൊരു കാര്യം ഇതാണ്. 3-ാമത്തെയോ 4-ാമത്തെയോ നൂറ്റാണ്ടിൽ AD 3rd or 4th century അന്ന് നമുക്കറിയാമല്ലോ, ഇന്നത്തെ പേപ്പറിന്റെ മുൻഗാമി വലിയ അപ്പച്ചനായിരുന്ന പാപ്പിറസ് ആണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ പേപ്പർ അല്ല, അന്നത്തെ പാപ്പിറസ്. അങ്ങനെയുള്ള പാപ്പിറസിൽ എഴുതിയ ഒരു കത്ത് ഒരു മകൻ തൻ്റെ പിതാവായ അപ്പോളായിക്ക് എഴുതിയതാണ്. എൻ്റെ സങ്കടത്തെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി അങ്ങേക്ക് എഴുതിയിരുന്നല്ലോ. അങ്ങേക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നും അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയില്ലെന്നും ഞാൻ ഭയപ്പെടുന്നു. ആകയാൽ അങ്ങയുടെ ശരീരത്തിൽ ഒരടയാളം മുദ്രണം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു മുദ്ര എന്ന് പറയുന്നത് സംരക്ഷണത്തിന്റെ അടയാളമാണ്. എന്തിനേറെ രാജ്യാന്തര യുദ്ധ നിയമത്തിൽപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. മെഡിക്കൽ എയ്ഡ്സിന് വേണ്ടി വൈദ്യസഹായം, യുദ്ധമുഖത്തുള്ള
മുറിവേൽക്കുന്ന പട്ടാളക്കാർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന വാഹനങ്ങളെ ആക്രമിക്കാൻ പാടില്ല. അതിനുള്ള കൊടിയടയാളം അവർക്കുണ്ട്. അപ്പം ഒരു പ്രത്യേക മുദ്ര ഏൽപ്പിക്കുന്നവരെ ഒന്നും ചെയ്യരുതെന്നുള്ള ഒരു സാധാരണ നിയമം നിലനിൽക്കുന്നു. നമുക്കറിയാം, കൊറോണയുടെ ലോക്ക്ഡൗൺ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ വാഹനങ്ങളൊന്നും പുറത്തു കൊണ്ടുപോകാൻ അനുവാദമില്ലായിരുന്നു. പിന്നെ ആർക്കെങ്കിലും പുറത്തു പോകണമെങ്കിൽ പെർമിഷൻ ഉള്ളവർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ള ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പുറത്തു പോകാൻ അനുവാദമുണ്ട്. അവരുടെ വാഹനത്തിൽ പതിക്കുവാൻ സ്റ്റിക്കറുകൾ സർക്കാർ തന്നെ നൽകിയിരുന്നു, അല്ലെ പോലീസ് തന്നെ നൽകിയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റിക്കറുകൾ വാങ്ങി ഒട്ടിക്കണം എന്നുള്ളത് നിയമമായിരുന്നു. ആ അടയാളം അവർക്ക് സുരക്ഷിതത്വം നൽകുന്നു. ഇവിടെയും അത് തന്നെയാണ്. മുദ്ര സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മെ സംബന്ധിച്ച് ഈ 144,000 പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും നാമം, അത് സുരക്ഷിതത്വമായിരുന്നു അവർക്ക്. നാലാമത്തേത്, it is a sign of trust. It's a sign of trust. ആശ്രയത്തിന്റെ അടയാളം, ആശ്രയത്തിന്റെ അടയാളം. അതായത് അതും നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെയാണ്. ഈ പേർഷ്യൻ പ്രഭുക്കന്മാരുമൊക്കെ, പ്രിൻസസ്, മുതലാളിമാർ, ധനവാന്മാർ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ മേൽ അവരുടെ ആശ്രിതരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവരുടെ മുദ്ര കൊടുക്കുക പതിവായിരുന്നു. ഇന്നും രാഷ്ട്രീയ തലത്തിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ചില ധനവാന്മാരുണ്ട്. ഞാനൊരിക്കൽ താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടുത്തെ രാഷ്ട്രീയ പരമായിട്ടും പണപരമായിട്ടും ശാരീരികമായി കായികപരമായിട്ടും ഒക്കെ മുൻപന്തിയിൽ നിന്ന ഒരു കുടുംബമുണ്ട്. ഒരു ബിസിനസ്സുകാരും കൂടെയാണ്. ജഗൻ എന്നാണ് അവരുടെ പേര്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ബോംബെയിൽ ഉൾപ്പെടെ, ഇന്ത്യയിൽ ഉൾപ്പെടെ, ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് അവരുടെ ട്രക്കുകൾ കാണും. ജഗൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ഒരു വലിയ കുടുംബം, വലിയൊരു ബിസിനസ് സാമ്രാജ്യമുള്ളവരാണ്. അപ്പോൾ അവരുടെ പേര്, ചിലരാണെങ്കിൽ വ്യാജമായി പോലും അവരുടെ പേര് എഴുതി വെക്കും പോലീസുകാരുടെ രക്ഷപ്പെടാൻ. വലിയ നാഷണൽ പെർമിറ്റ് ട്രക്കിലൊക്കെ അവരുടെ പേര് എഴുതി വെക്കും. അപ്പൊ ഇത് കണ്ട് പോലീസുകാർ ചിലപ്പം ഇവരെ അങ്ങ് വിടും. അപ്പോൾ തങ്ങളുടെ ആശ്രിതരുടെ മേൽ തങ്ങളുടെ നാമം പതിക്കുന്ന ഒരു ശൈലി പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഈ നിലകളിലുണ്ട്. നമുക്കറിയാമല്ലോ, ചിലരൊക്കെ പ്രത്യേകിച്ച് റൂളിംഗ് പാർട്ടിയിൽ, ഭരണം നടത്തുന്ന പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ പലരും വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് പോലും വെക്കാറില്ല. നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് ആ പാർട്ടിയുടെ ഒരു പേരെഴുതി വെച്ചേക്കും, ഇന്ന പാർട്ടി. അത് ഏതാണോ റൂളിംഗ് പാർട്ടി, ഭരണം നടത്തുന്ന പാർട്ടി, അവരുടെ. ഇനിയും ആ പാർട്ടിയോട് ഈ പുള്ളിക്ക് വിധേയത്വമൊന്നും ഉണ്ടാകണമെന്നില്ല, രക്ഷപ്പെടാൻ വേണ്ടി വെക്കുന്ന. അത് കണ്ട് ഇന്ന പാർട്ടിക്കാരാ പോട്ടെന്ന് വെക്കുന്ന അധികാരഗണങ്ങളുണ്ട്. ഇന്നും അങ്ങനെ സംഭവിക്കുന്നു. ഇന്ന് വ്യാജമായി സംഭവിക്കുന്നെങ്കിൽ പണ്ടൊക്കെ അത്
വ്യാജമായിട്ടല്ല, അങ്ങനെ തന്നെ തങ്ങളുടെ ആശ്രിതരുടെ മേൽ തങ്ങളുടെ മുദ്ര, നാമം പതിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോ ആശ്രയത്തിന്റെ ചിഹ്നമായിട്ടും അത് നിലനിന്നിരുന്നു. മറ്റൊന്നാണ്, അഞ്ചാമത്തേത് ഭക്തിയുടെ, ആരാധനയുടെ ഭാഗമായിട്ടും അങ്ങനെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പച്ച കുത്തുന്നത് പോലെ, ചിലരുടെയൊക്കെ കൈത്തണ്ടയിൽ കാണാമല്ലോ കുരിശിന്റെ അടയാളം, പച്ച കുത്തുന്നതാണ്. ചിലരൊക്കെ അക്രൈസ്തവർ, ചിലര് അവരുടെ മതത്തിന്റെ അടയാളങ്ങളോ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിന്റെ പേരുകളോ, ചിലരാണെങ്കിൽ അവരുടെ ദൈവത്തിന്റെ രൂപങ്ങളോ ഒക്കെ കുത്തിവെക്കും. ആ ദൈവത്തോടുള്ള അവരുടെ ആരാധനയുടെ ഭാഗമാണ് ഡിവോഷൻ, എ സൈൻ ഓഫ് ഡിവോഷൻ. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട 5 രീതികൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ മുദ്ര ഏൽക്കുക എന്നുള്ളതിന് ഉണ്ടായിരുന്നു. ഈ 144,000 പേരുടെ മുദ്ര ഏൽക്കുന്ന രീതി ഈ നിലകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതായാലും കുറഞ്ഞപക്ഷം ആദ്യത്തെ ചിലത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ നാമുമായിട്ടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ വകയാണെന്നും നാം അതിനാൽ തന്നെ സുരക്ഷിതരാണെന്നും മനസ്സിലാക്കുക. സ്തോത്രം. ഇന്നലെയും ഒരു ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയേൽക്കപ്പെട്ടിരിക്കുന്ന നമ്മെ തൊടുവാൻ സാത്താന്യ ശക്തികൾക്ക് കഴിയുകയില്ല. ആ ഒരു ഭയം നമുക്ക് വേണ്ട. നാം ദൈവത്തോടുള്ള വിധേയത്വത്തിൽ, ഭക്തിയിൽ, വിശുദ്ധിയിൽ നിലനിൽക്കുന്നെങ്കിൽ യാതൊരു സാത്താന്യ ശക്തികളും നമ്മെ തൊടുകയില്ല. നമ്മൾ വിശ്വസിക്കുന്നവരാണോ അത്? അതോ പോരും പോരാട്ടവും ആഭിചാരവും ക്ഷുദ്രവും 4 കെട്ടും 4 വേദവും ഒക്കെ വിശ്വസിച്ച് അതിന്റെ ചക്രത്തിൽ കിടന്ന് കറങ്ങുന്നവരാണ്? ആവർത്തിച്ചു പറയുന്നു, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരും വീണ്ടെടുക്കപ്പെട്ടവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയേൽക്കപ്പെട്ടവരുമാണ് നാമെങ്കിൽ യാതൊരു പൈശാചിക ശക്തികൾക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. അവ നമ്മുടെ പുറകെ വരും. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്ന് കാത്ത് നോക്കി, അത് വരട്ടെ, പുറകെ കൂടിക്കോട്ടെ, ആർക്കൊണ്ട് ഛേദം. ഞാൻ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്, സ്തോത്രം, പിശാച് നമ്മുടെ പുറകെ കൂടണമെന്ന് തന്നെ. ചോട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിൽസിയുണ്ടോ? നമ്മുടെ കുട്ടിയങ്ങളുടെ മോള് വിൽസി ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു. അവര് സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അന്ന് അവർക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് അവർ ചോദിച്ചു, എന്താ പാസ്റ്ററങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചേ? ഞാൻ അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ, കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അന്ന് സ്നാനം ഏൽക്കുവാനായിട്ട്. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് വിശ്വാസ സ്നാനം ഏൽക്കുന്നു. അതിനുശേഷം പിശാച് ഒരിക്കലും ഇവരെ പിന്തുടരുന്നത് നിർത്തരുത്. പിശാച് ഇവരെ പിന്തുടർന്നു കൊള്ളട്ടെ. അന്ന് അവർക്ക് പിടികിട്ടിയില്ല ഇതെന്തൊരു പ്രാർത്ഥനയാണെന്ന്. അർത്ഥം ഇതായിരുന്നു, ഒരിക്കലും
ഇവർ അവന്റെ പിടിയിലാകരുത്. അവന്റെ കക്ഷത്തിൽ നമ്മുടെ തലയായാൽ പിന്നെ അവൻ നമ്മെ പിന്തുടരേണ്ട ആവശ്യമൊന്നും ഇല്ല. അവന്റെ പൂണിയിലായി കഴിഞ്ഞു. എന്നാൽ നാം അവന്റെ പൂണിയിലാകാത്തിടത്തോളം അവൻ നമ്മെ പിന്തുടരും. പിന്തുടർന്നോട്ടെ, അതിൽ ആശങ്ക വേണ്ട. പക്ഷെ അവൻ ഒരു അവസരവും നാം കൊടുക്കാതിരിക്കുക. ആഭിചാരത്തിനും ഏലസുകൾക്കും മന്ത്രവാദങ്ങൾക്കും പൈശാചിക ശക്തികൾക്കുമൊന്നും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ഈ രണ്ട് കാരണങ്ങളാൽ: ഒന്ന്, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലകളായി നാം വാങ്ങപ്പെടുകയും കഴുകൽപ്പെടുകയും ചെയ്തിരിക്കുന്നു. രണ്ട്, സാക്ഷാൽ ദൈവമായ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയേൽക്കപ്പെട്ടിരിക്കുന്നു. നമുക്കത് കാണാൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കാം, നമ്മുടെ കണ്ണുകൾ കൊണ്ടത് കാണാൻ കഴിയില്ലായിരിക്കാം, മനുഷ്യർക്കത് കാണാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ പൈശാചിക ശക്തികൾക്കത് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് എത്ര ശക്തമായ എതിർപ്പുകൾ ഉണ്ടായാലും നാം അവയുടെ പിടിയിൽ അകപ്പെടുകയില്ല, സുരക്ഷിതരായിരിക്കും. ആശങ്കകൾ വേണ്ട. സ്തോത്രം. ആശങ്കകൾ വേണ്ട. അവൻ മാറി നിന്ന് കണ്ണും കൈയും ഒക്കെ കാണിച്ചോട്ടെ. അതൊന്നും കണ്ട് നാം ആകുലപ്പെടേണ്ടതില്ല. നാം സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കുക. സ്തോത്രം. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചാൽ പിശാചിന് അവകാശമുള്ളതൊന്നും നമ്മൾ ഉണ്ടാവുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എപ്പോഴും ജാഗരിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ആളത്വമായി പരിശുദ്ധാത്മാവ് നമ്മിലും നമ്മോട് കൂടെയും ഇരിക്കും. അതുകൊണ്ട് ഭയം വേണ്ട, ആശങ്കകൾ വേണ്ട കേട്ടോ. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കും. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ പാസ്റ്റർമാർ തന്നെ പറഞ്ഞ് പേടിപ്പിക്കും, ഇവിടെ ശാപമുണ്ട്, അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായാലും ഉടനെ പറയാം അങ്ങനെയാ. അത് ശരിയാണോ പാസ്റ്റർ? പാസ്റ്റർ പറഞ്ഞെന്ന് വിചാരിച്ചത് ശരിയാകണമെന്നില്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരു ദൈവദാസൻ വളരെയധികം കർത്താവിന് വേണ്ടി പ്രശോഭിച്ചു നിന്ന ഒരു സഹോദരനാണെന്നാണ് ഞാൻ കേട്ടത്. ധാരാളം പേരിൽ നിന്ന് ഞാൻ ആ സാക്ഷ്യം കേട്ടു. ബ്രദർ രാധാകൃഷ്ണൻ പരസ്യയോഗങ്ങളിൽ വളരെയധികം കർത്താവിന് വേണ്ടി പ്രശോഭിച്ചു നിന്നയാൾ അപകടത്തിൽ മരിച്ചപ്പോൾ ആരോ പറഞ്ഞത്രേ പിശാച് അദ്ദേഹത്തെ കൊണ്ടുപോയെന്ന്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഓക്കെ, ഉണ്ണികൃഷ്ണൻ, സോറി, രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ബ്രദർ ഉണ്ണികൃഷ്ണൻ, താങ്ക് യു. പിശാചിന് മരണത്തിന്റെ മേൽ അധികാരമില്ല. ഇന്ന് ഞാൻ കേട്ട ഒരു കാര്യം, ചില പുള്ളികൾ കുറെ നാളുകളായിട്ട് ശാപം മുറിക്കൽ പരിപാടിയുണ്ട്. ഇന്ന് ഞാൻ വന്ന ഇവിടെ എൻ്റെ സ്നേഹിതനാണ് ഇവിടുത്തെ പാസ്റ്റർ. അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചർച്ചിലല്ല, ഈ പട്ടണത്തിൽ കേരളത്തിൽ നിന്ന് ഒരാൾ വന്നു കൺവെൻഷനിൽ പ്രസംഗിച്ചു. ശാപം മുറിക്കൽ എന്ന പേര് മാറ്റിയിട്ട് വേരുമുറിക്കൽ എന്നാക്കിയത്. വേര് റൂട്ട്, കട്ടിങ് ദ റൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് ശാപം മുറിക്കൽ, ഹി യൂസ് ദ വേർഡ് വേരുമുറിക്കൽ. 3 തലമുറ 4 തലമുറ മുമ്പ് മുതൽ കിടക്കുന്ന വേര്. കർത്താവായ യേശുവിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചടുത്തു വന്നാൽ
നമ്മുടെ മാനസാന്തരം ശരിയാണെങ്കിൽ നാം ക്രിസ്തുവിൽ പുതുതായി ജനിക്കുകയാണ്. അതുവരെയുള്ള ശാപവും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവയെല്ലാം അതിൻ്റെ നാരായ വേരോടുകൂടെ മുറിയപ്പെടുകയാണ്. ആ യാതൊരു പിതൃപാരമ്പര്യ ശാപങ്ങളും നമ്മിലേക്ക് എത്തുന്നില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് പാപമുക്തിയും ശാപമുക്തിയുമുണ്ട്. മുക്തി എന്ന് പറഞ്ഞാൽ വിമോചനം എന്നർത്ഥമാണ് ഇവിടെ, രക്ഷ എന്നതല്ല. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനമുണ്ട്. അതിനുവേണ്ടിയായിരുന്നു യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടതും നമുക്ക് വേണ്ടി ശാപമായി തീർന്നതും. കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലുമായി പൗലോസ് ഇത് രണ്ടും പറയുന്നു. ക്രൈസ്റ്റ് വാസ് മെയ്ഡ് സിൻ ഫോർ us as per 2 Corinthians 5. And Galatians 3 says Christ was made a curse. നമുക്ക് വേണ്ടി അവൻ ശാപമായി തീർന്നു. അതുകൊണ്ട് ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നുമൊക്കെ ദൈവം നമുക്ക് മോചനം നൽകി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ഇവരാരും നമ്മെ അബദ്ധത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകരുത്. ഭയപ്പെടുത്തരുത്. ഭയപ്പെടുത്തുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവല്ല. ഇങ്ങനെയുള്ള സംരക്ഷണം ദൈവം നമുക്ക് എല്ലാ അർത്ഥത്തിലും തരും. ആത്മീയമായിട്ടും തരും, ശാരീരികമായിട്ടും തരും. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാകരുത്. പിശാചിന് കയറിക്കൂടാൻ കഴിയുന്ന പാപങ്ങൾ, അവൻ അവകാശപ്പെട്ടതൊന്നും നമ്മിൽ ഉണ്ടാകരുത്. അതിൽ നമ്മൾ സൂക്ഷിച്ചോണം. അവൻ അവകാശപ്പെട്ടത് വല്ല ഉണ്ടെങ്കിൽ അവൻ കയറിക്കൂടും. പണ്ട് അപ്പച്ചന്മാര് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു വീട് വിറ്റ കാര്യം. ഒരാളൊരു വീട് വിറ്റപ്പോൾ വിറ്റയാള് വാങ്ങിയ ആളിനോട് പറഞ്ഞു, ഒരു ഉപകാരം, ഭിത്തിയിൽ എനിക്ക് ഒരാണി അടിക്കാൻ അനുവാദം തരണം. അത് ആധാരത്തിലും കൂടെ ഒന്ന് എഴുതണം. ബാക്കി നിങ്ങൾക്കറിയാമല്ലോ, ഒത്തിരി പഴയ ഉദാഹരണം അപ്പച്ചന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ ഒരൊറ്റ ആണി, ആണിയിൽ സഞ്ചി തൂക്കി, സഞ്ചിക്കകത്ത് ഏതാണ്ട് സാധനം കൊണ്ടിട്ടു, ഒക്കെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ചെറിയ ആണി ആയിരിക്കാം പിശാചിന് അവകാശം പറയാൻ നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കുന്നതെങ്കിൽ, അവൻ അതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വേണ്ടതിനെ കാണിച്ചു വെക്കും. അതിന് നാം അനുവാദം കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് പാപത്തിൽ തുടരാൻ പാടില്ല എന്ന് പറയുന്നത്. എന്തെങ്കിലും പാപം നമ്മിൽ വന്നുകൂടിയാൽ പോലും എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടോണം, ദൈവത്തോടും മനുഷ്യനോടും നിരന്നോണം വിശുദ്ധീകരണം പ്രാപിച്ചു കൊള്ളണം. അതിരുന്ന് പഴകാൻ, നാറാൻ, പിശാചിന് അവിടെ കൂടുവയ്ക്കാൻ അനുവാദം കൊടുക്കരുത്. ആരോ ചിന്തകൻ പറഞ്ഞതുപോലെ, നമ്മുടെ തലയ്ക്ക് മുകളിൽ കാക്ക പറക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷേ തലയിൽ കൂടുവെക്കാൻ അനുവദിക്കാതിരിക്കാം. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, അവൻ പുറകെ കൂടിക്കോട്ടെ, തലയ്ക്ക് മീതെ അവൻ വട്ടമിട്ട് പറന്നോട്ടെ, വട്ടമിട്ട് ചുറ്റിക്കെട്ടി ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തലയിൽ കൂടുവെക്കാൻ അനുവദിക്കാതിരിക്കുക. സ്തോത്രം. അപ്പോൾ ദൈവീക പരിപാലനത്തിന് വേണ്ടി നാം ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കാം.
ശാരീരിക സൂക്ഷിപ്പിന് വേണ്ടിയും ആത്മീയ സൂക്ഷിപ്പിന് വേണ്ടിയും ശരീരത്തിന്, മനസ്സിന്, വികാരങ്ങൾക്ക്, ചിന്തകൾക്ക്, ബുദ്ധിക്ക് ഒക്കെ സംരക്ഷണം വേണം. അതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിന്റെ വകയായിട്ടിരിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് അക്കാര്യങ്ങളൊക്കെ അറിയിക്കും. അങ്ങനെയുള്ള അപകടങ്ങൾ പോലും എന്തെങ്കിലും ശാരീരിക അപകടങ്ങൾ പോലും സംഭവിക്കാനുണ്ടെങ്കിൽ അതിന് മുമ്പേ ദൈവം നമ്മെ അറിയിക്കും. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. കർത്താവ് ചിലപ്പോഴൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, പക്ഷെ ഇയർഫോൺ കേൾക്കുന്നില്ല. നമ്മുടെ ഇയർഫോൺ കേൾക്കുന്നില്ല. ദൈവം പറയുന്നുണ്ട്, ദൈവത്തിന്റെ മൈക്രോഫോൺ ഓണാ, പക്ഷെ നമ്മുടെ ഇയർഫോൺ ഓഫാ. അതുകൊണ്ട് നമ്മൾ ദൈവം പറയുന്നത് കേൾക്കുന്നില്ല. ചിലപ്പോൾ കേൾക്കുന്നുണ്ട്, വേറെ ഒത്തിരി ശബ്ദത്തിന്റെ ഇടയിൽ ലയിച്ച് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചിലത് തിരിച്ചറിയുന്നുണ്ട്, നാം വേണ്ടത്ര ഗൗരവം അതിന് കൊടുക്കുന്നില്ല. സ്തോത്രം. ആ ഒരു ദൈവിക ബന്ധത്തിൽ നാം നിലനിന്നാൽ മാത്രം മതി. ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ആത്മീയമായും എല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ചോളൂ. ആകുലപ്പെടേണ്ടതില്ല. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഭയം നമ്മിൽ കൊണ്ടുവരുന്നത് പിശാച. അയ്യോ, ഞാന് വണ്ടി ഓടിച്ചു പോവാ, എങ്ങാനും വണ്ടി ഇടിക്കുവോ? ഇനി ഞാൻ ഇടിച്ചില്ലെങ്കിൽ എന്നെ ആരെങ്കിലും വന്നിടിക്കുവോ? പേടിയാ. ആ ഭയം പൈശാചികമാണ്. അത് നമ്മൾ ഉണ്ടാകരുത്. കർത്താവിൽ നാം ആശ്രയിച്ചാൽ മതി. ദൈവമാണ് നമ്മുടെ പരിപാലകൻ. ആ ഭയവും ആകുല ചിന്തയാണ്, ആങ്സൈറ്റിയാണ്. ഈവൻ ദാറ്റ് ഫിയർ, there are some positive fears. നാം ഭയപ്പെടേണ്ട ചിലതുണ്ട്. ഇന്നതിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട ചിലതുണ്ട്. അതിനെ ഭയപ്പെടാം. ഉദാഹരണത്തിന് പാപത്തെ നമ്മൾ ഭയപ്പെടണം. പിശാചിനെ ബാക്കി പറഞ്ഞാട്ടെ. പാപത്തെ നമ്മൾ ഭയപ്പെടണം, പിശാചിനെ ഭയപ്പെടരുത്, ഭയപ്പെടേണ്ട. പക്ഷേ ഇത് രണ്ടിൽ ഏതിനെയാണ് നമുക്ക് കൂടുതൽ പേടി? പാപത്തെയാണ്, പിശാചിനെയാണ്? ഇനി പിശാചിനെ പോലും അല്ല പേടി, അവനേക്കാളൊക്കെ കുഞ്ഞു വല്ല ദുരാത്മാക്കളെയോ, ഇനി അതുമല്ല, ഇനി ദുരാത്മാക്കളെ പോലും അല്ല, വേറെ എന്തെങ്കിലും വെറും ഒരു വിഗ്രഹത്തെയോ വെറും ഒരു നാമത്തെയോ പോലും നാം ഭയപ്പെടുന്നവരാ. അരുത്, അരുത്. മനസ്സിലായി കാണുമല്ലോ അത്. നമ്മൾ പണ്ട് നടത്തിയ ചോദ്യോത്തരവേളയിൽ എനിക്ക് തോന്നുന്നു ശാപ മുക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു എന്നാണ്. 2 പ്രാവശ്യം നമ്മുടെ ചോദ്യോത്തരവേള ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആരും ശാപം മുറിക്കാനൊന്നും പോയി ആരുടെ മുമ്പിൽ തലയും കുനിച്ച് നിൽക്കരുത് കേട്ടോ. മുറിക്കുന്നതിന് പകരം അവിടെ ഉള്ളതിനെയും വഹിച്ചുകൊണ്ട് വരേണ്ടി വരും. അതൊക്കെ വേറെ വ്യാപാരങ്ങളാണ്. വർക്കിംഗ് ഓഫ് അതർ സ്പിരിറ്റ്സ്. അതൊക്കെ അതിനൊന്നും നാം നിന്നു കൊടുക്കരുത്. ശരി, അത്രയും ഉള്ളല്ലോ. മറ്റൊന്നും ഇല്ലല്ലോ ആ വിഷയത്തിൽ. ഈ മുദ്ര മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും?
ശരി, മറ്റൊന്നുമില്ല എങ്കിൽ നാം കാണുന്നു ഈ 144,000 പേർ പൂർണ്ണമായും വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി വേർതിരിയപ്പെട്ട ജീവിതം നയിച്ചിരുന്നു. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എ ലൈഫ് ഓഫ് കോൺസീക്രേഷൻ. കോൺസീക്രേഷൻ മീൻസ് ടോട്ടലി സെറ്റിംഗ് അപ്പാർട്ട് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ സ്വഭാവത്തിന് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി, ദൈവത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന അവസ്ഥയാണ് വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ആവർത്തിക്കണോ? ഒന്നുകൂടി. ഓക്കെ, പറയാം. ദൈവത്തിനായി വിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കോൺസീക്രേഷൻ, ഓപ്പോസിറ്റ് ഓഫ് ഡിസ്ക്രീഷൻ. കോൺസീക്രേഷൻ മലയാളത്തിൽ വിശുദ്ധീകരിക്കുക. ഞാൻ നിങ്ങളെ എനിക്കായിട്ട് വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേലിനോട് ദൈവം പറയുന്നു. അല്ലെങ്കിൽ ലേവ്യരെ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുക, അഹരോന്റെ കുടുംബക്കാരെ, അഹരോന്റെ മക്കളെ, പുത്രന്മാരെ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. ദൈവത്തിനായി വേർതിരിക്കുക. അതിന്റെ അർത്ഥം ഒന്ന്, ദൈവത്തിന്റെ സ്വന്തമായി, മുഴുവനും ദൈവത്തിന്റെ അവകാശമായി തീരാൻ വേണ്ടി മാറ്റിവെക്കുക. അതാണ് നാം 4-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്. യഹോവ ഭക്തനെ യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. സ്തോത്രം. ലെവിറ്റിക്കസ് 20:26, ലേവ്യ പുസ്തകം 20:26 വാക്യം. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാർ ആയിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ മാത്രം വകയായിരിക്കേണ്ടതിന് ദൈവം അവരെ എന്ത് ചെയ്തു? സ്തോത്രം. ദൈവത്തിനായി വേർതിരിച്ചു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. അപ്പോൾ ഈ വിശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വിശുദ്ധന്മാരായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവത്തിനായി വേർതിരിക്കപ്പെടുക, വേറെ ആർക്കും ഉള്ളവരല്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളും പണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കോഴിയെയും ആടിനെയും വാഴക്കുലയും കപ്പയും ഒക്കെ നേർച്ച നേരുമായിരുന്നല്ലോ. നേരുക, മന്നത്ത് മന്ന. അപ്പം പള്ളിക്ക് വേണ്ടി നേർന്ന ഒരു കോഴിയെ നമ്മളാരും വീട്ടുകാര് തിന്നത്തില്ല. അതിനെ വിറ്റ് വേറെന്തെങ്കിലും ആ കാശ് കൊണ്ട് ചെയ്യത്തില്ല. അതിനെ പള്ളിക്ക്, വേറെ ഒരു ഉപയോഗവും അതിൻ്റെതില്ല. ദൈവത്തിനായി നമ്മെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ
ഒന്നിനും നാം അങ്ങനെ ദൈവത്തിനായി നമ്മെ തന്നെ പൂർണ്ണമായും വേർതിരിക്കുക. 2, ദൈവത്തിന്റെ ഹിതത്തിനായി, ദൈവത്തിനായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മെ തന്നെ കൊടുക്കുക. ഡിവോട്ടിങ് ourselves for the will of God. 3, ദൈവിക ഉദ്ദേശങ്ങൾക്കായി, ഫോർ ദ പർപ്പസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് കൊടുക്കുക. 4, കൺഫോമിങ് ടു ഗോഡ്സ് നേച്ചർ, ദൈവത്തിന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുവാൻ വേണ്ടി നമ്മെ കൊടുക്കുക. ദൈവിക സ്വഭാവത്തോട് ഏകീഭവിക്കുക, താദാത്മ്യപ്പെടുക. ഫോർ ദ കമ്മീഷൻ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ നിയോഗത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ഫോർ ദ ഹോളി യൂസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വിശുദ്ധമായ ഉപയോഗത്തിനായി നമ്മെ വിട്ടുകൊടുക്കുക. അല്ലാതെ നമ്മുടെ സ്വന്തമായ ഒന്നിനും വേണ്ടി ഉപയോഗിക്കാതിരിക്കുക, എടുക്കാതിരിക്കുക. ദൈവത്തിന്റെ മാത്രം, ദൈവത്തിന്റെ വിശുദ്ധമായ ഉപയോഗത്തിനായി, ഫോർ ദ സീക്രട്ട് യൂസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വിശുദ്ധമായ ഉപയോഗത്തിന്. ഡിവോട്ടിങ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മെ വിട്ടുകൊടുക്കുക. വെറുതെ ദൈവത്തിന്റെ ഉപയോഗം മാത്രമല്ല, ഇതെല്ലാം ഒരുമിച്ച് വരണം കേട്ടോ. അപ്പോഴേ ആ ഹോൾ ഹാർട്ടഡ് ഡിവോഷൻ ആകുന്നുള്ളൂ, പൂർണ്ണമായ പൂർണ്ണ ഹൃദയ സമർപ്പണമാകുന്നുള്ളൂ, പൂർണ്ണ ഹൃദയ സേവ ആകുന്നുള്ളൂ. എല്ലാം ഒരുമിച്ച് വരണം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇങ്ങനെ പൊന്തി നിന്നാൽ പോരാ. All these things should be balanced together in a person. Then only we can say that he is totally consecrated for God. ദൈവത്തിനായി വിശുദ്ധീകരിക്കപ്പെട്ടയാൾ, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടയാൾ എന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരണം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പോരാ. ദൈവത്തിനായി പൂർണ്ണമായിട്ടും നമ്മെ തന്നെ കൊടുക്കുന്നവരാകുക. ഈ 144,000 പേർ ഈ മഹാകഷ്ടതയിലൂടെ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ദൈവത്തിനായിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് അവരുടെ ആ വിശുദ്ധിയെക്കുറിച്ച്, അവരുടെ ആ സമർപ്പണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കണ്ടില്ലേ? ഒന്നിലധികം പ്രയോഗങ്ങളിലൂടെ അത് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നു. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് വീണ്ടും എടുത്തു പറയുന്നു, കളങ്കമില്ലാത്തവർ തന്നെ. സ്തോത്രം, കളങ്കമില്ലാത്തവർ തന്നെ. നിഷ്കളങ്കതയോടെ ജീവിച്ചവർ. അവർക്ക് ഒറ്റ ലക്ഷ്യം, ദൈവം, ദൈവ ഇഷ്ടം, ദൈവിക സ്വഭാവം, ദൈവിക മഹത്വം, ദൈവിക ഉദ്ദേശം. വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. എന്നല്ല നമ്മൾ കണ്ടില്ലേ, വിവാഹം പോലും അവർ ഒരു പക്ഷേ കഴിക്കാതിരുന്നത് എന്തുകൊണ്ടാ? അവരുടെ ശ്രദ്ധയോ അവരുടെ ഏകാഗ്രതയോ ശാരീരിക ബന്ധങ്ങളിലേക്ക് പോലും, ഉത്തരവാദിത്വങ്ങളിലേക്ക് പോലും മാറിപ്പോകരുത്. അതിനു വേണ്ടിയാ.
അതുകൊണ്ടാണ് ഹോൾ ഹാർട്ടഡ്ലി, അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെയും 2 കൊരിന്ത്യർ 11:2 വായിച്ചത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. കണ്ടോ? ആ ഏകാഗ്രതയോടെ, ഹോൾ ഹാർട്ടഡ്നെസ്, സിംഗിൾ മൈൻഡഡ്നെസ്, ആ ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ ദിശയിലേക്ക് മാത്രം ശ്രദ്ധ. ആ നിലയിൽ നാമും, അന്നത്തെ ഈ 144,000 പേര് മാത്രമല്ല, നാമും അങ്ങനെ തന്നെ ജീവിക്കണം. സ്തോത്രം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അങ്ങനെ ദൈവത്തോട് ഏകാഗ്രമായ മനസ്സോടെ ജീവിക്കാത്തവർക്കാർക്കും കർത്താവിന്റെ രാജ്യത്തിൽ യേശുവിനോടുകൂടെ പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? കഠിന ഉപദേശം എന്ന് തോന്നരുത്. വേദപുസ്തകത്തിന്റെ സാമാന്യ ഉപദേശമായി പറയുന്നത്. ഇറ്റ്സ് നോട്ട് സംതിങ് ഹാർഡ്. ഇറ്റ്സ് നോട്ട് എ hard doctrine, but very plain doctrine or teaching of the Bible. വേദപുസ്തകത്തിന്റെ വളരെ തെളിവായ ഉപദേശമാണ് ഞാൻ ഈ പറയുന്നത്. എന്നെ മാറ്റി നിർത്തിയല്ല. ഈ ഏകാഗ്രമായ മനസ്സോടെ കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ ജീവിക്കാത്ത ക്രിസ്ത്യാനികൾ, സഭയിൽപ്പെട്ടവർ എന്തേ സഭയുടെ എടുക്കപ്പെടലിൽ കാണുമോ? എന്തു പറയുന്നു? ഞാൻ തെറ്റാണെങ്കിൽ തിരുത്തിക്കൊള്ളാം. അവർക്ക് 2ാം ചാൻസ് ഇല്ലയോ? ഉൽപ്രാവണത്തിന് 2ാം ചാൻസ് ഇല്ല. ചാൻസ് ഒക്കെ ജീവിക്കുന്ന കാലത്തേ ഉള്ളൂ. കർത്താവിന്റെ വരവ് വരെ നാം ജീവിച്ചിരിക്കും. 2ാം ചാൻസിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതിന് പോലും എന്താ ഗ്യാരണ്ടി? ഈ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, 2, കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ ലോകത്തിൽ ഏറ്റവും വലുതായി നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തോടല്ലെങ്കിൽ, ക്രിസ്തുവിനോട് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കൂട്ടായ്മ ബന്ധമില്ലെങ്കിൽ, നിരന്തരമായ കൂട്ടായ്മ ബന്ധം ഇല്ലെങ്കിൽ, സ്തോത്രം, കർത്താവിന്റെ വരവിൽ നാം പോവുകയില്ല. നാം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. കാരണം സ്വർഗം എന്ന് പറയുന്നത് അനുരഞ്ജനം ചെയ്തവരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ താമസിക്കുന്ന ഇടമല്ല. സ്തോത്രം. പലതിനോടും ഇങ്ങനെ അനുരഞ്ജനമൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നവരുടെ ഒരു കൂട്ടം
അല്ല. സ്തോത്രം. കാരണം സ്വർഗത്തിലെത്തിയാൽ നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. കർത്താവിനോടുള്ള കൂട്ടായ്മ മാത്രം, അവനോടുള്ള സ്നേഹം മാത്രം, നമ്മുടെ കർത്താവിനോടുള്ള ആരാധന, മഹത്വപ്പെടുത്തിയിൽ മാത്രം. അതെല്ലാം ഇവിടെ വെച്ച് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന് സ്നാനപ്പെട്ട് പൊങ്ങിയിട്ടും ഇവിടെ തന്നെ പിന്നെയും വെച്ചേക്കുന്നത് നമ്മളെ. ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മാറാനാഥ നമ്മളെന്നും പറയുന്നവരാണല്ലോ. അതിനോട് ചേർത്ത് പൗലോസ് പറയുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ശപിക്കപ്പെട്ടവനാ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. സ്തോത്രം. അനാഥേമ മാറാനാഥ. അപ്പൊ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ എങ്ങനെ സ്നേഹിക്കേണ്ടത്? എല്ലാവരെക്കാളും അധികം, എന്തിനേക്കാളും അധികം, ഏറ്റവും അധികമായി, മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും അധികമായി നാം കർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നാം ശപിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഈ രണ്ട് ഭാഗങ്ങളോട് ചേർന്ന് ഇത് പറയേണ്ടതല്ലെങ്കിൽ കൂടെ ഈ 144,000 നിഷ്കളങ്കത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഏറിയ ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങുന്ന ഈ കാര്യം കൂടെ നിങ്ങളോടങ്ങ് പങ്കുവച്ചു എന്നുള്ളൂ. നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. ഇന്ന് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന അളവിൽ എന്തേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ നാം യോഗ്യരാണോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭാഗ്യഭാഗം ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇതേ വിഷയം തന്നെ ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട് ഹിന്ദിയിൽ ക്ലാസ് ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ, എല്ലാ ചൊവ്വാഴ്ചയും. നമ്മൾ വെളിപ്പാട് പുസ്തകം മലയാളത്തിൽ പഠിച്ചു തുടങ്ങുന്നതിന് വളരെ മുമ്പ് മുതലേ ഹിന്ദിയിൽ വെളിപ്പാട് പുസ്തകം ഞാൻ അവരെ ക്ലാസ് എടുത്തു തുടങ്ങിയതാണ്. ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ എന്നതുകൊണ്ട് താങ്ക് യു. ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ എന്നതുകൊണ്ട് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് 6-ാം അധ്യായത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ അവരെ പഠിപ്പിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു നിർബന്ധം തോന്നി. വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനമൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത്? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന വിഷയം ഒന്ന് പറയണം എന്നൊരു പ്രേരണ. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ എനിക്കൊരു പ്രേരണയുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണം? അവർ കുറച്ചുപേരേ ഉള്ളൂ, പല സഭകളിൽപ്പെട്ടവരുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആദ്യം ഒന്ന് അത് മതി, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒന്നറിയട്ടെ, അത് കഴിഞ്ഞ് മതിയല്ലോ ഈ പഠിത്തമൊക്കെ. അതില്ലാതെ ഇതെല്ലാം കൂടെ പഠിച്ചു വെച്ചിട്ട്
എന്ത് കാര്യം? അതുകൊണ്ട് ഞാൻ ഇതിനൊരല്പം പ്രാധാന്യം കൊടുത്തിപ്പോ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വ്യാഖ്യാനം പഠിച്ചില്ലേലും സാരമില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ, കർത്താവിനെ ആഗ്രഹിക്കുന്നതിൽ, കർത്താവിനായി നമ്മെ തന്നെ കൊടുക്കുന്നതിൽ. കാശ് കൊടുക്കുന്ന കാര്യമല്ല, സ്തോത്രവും അന്യഭാഷയും കൊടുക്കുന്ന കാര്യവുമല്ല. പലരും വിചാരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക, വാ തുറന്ന് പറ. വാ തുറന്ന് കുറെ ഗ്ലോറി പറഞ്ഞത് കൊണ്ടൊന്നും ദൈവത്തിന് മഹത്വം ഉണ്ടാവത്തില്ല. അധരങ്ങളാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നെന്ന് വചനമുണ്ട്. പക്ഷേ അത് രണ്ടാമത് മതി. ആദ്യം വാക്കുകളും ഭാഷണവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകാത്തവൻ വാ തുറന്ന് എത്ര ഗ്ലോറി പറഞ്ഞാലും ദൈവത്തിന് ഒരു ഗ്ലോറിയും ഉണ്ടാകത്തില്ല, ഒരു മഹത്വം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ 144,000 പേർ മഹാപീഡന കാലത്തെ മുദ്രിത ഗണമാണെങ്കിൽ കൂടെ ദൈവസഭാംഗങ്ങളായ നമുക്കും ഒരു വലിയ മാതൃകയും വെല്ലുവിളിയും അവർ ഉയർത്തുന്നു. അത്ര ഘോരമായ കഠിനമായ കഷ്ടതകളിലൂടെ അവർ പോയിട്ടും കർത്താവിനോടുള്ള ഭക്തി, ഏകാഗ്രത, നിഷ്കളങ്കത, സത്യസന്ധത വിട്ടുകളഞ്ഞില്ല. അവരുടെ വായിൽ എന്തില്ലായിരുന്നു? ഭോഷ്കില്ലായിരുന്നു. ഇപ്പം കർത്താവ് വന്നാൽ, കാഹളം ധ്വനിച്ചാൽ, പ്രധാന ദൂതന്റെ ശബ്ദം കേട്ടാൽ പറന്നുയരും എന്നും പറഞ്ഞിരിക്കുന്ന നാം ഭോഷ്ക് എന്ന പാപത്തെ ഗൗരവമായിട്ട് കാണുന്നുണ്ടോ? കള്ളം പറയുക, കള്ളം ചെയ്യുന്ന കാര്യം അതിനൊക്കെ വലുതാ, നമുക്കതിനൊക്കെ ചെറുതിലേക്ക് വരാം. കള്ളം പറയുക, ഭോഷ്ക് പറയുക. നമ്മുടെയൊക്കെ പല സഭാ നേതാക്കന്മാരും, പലതെന്ന് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് എല്ലാവരും തന്നെ മിഷന്റെ പേരിലാണ്, സുവിശേഷീകരണത്തിന്റെ പേരിൽ പണം പിരിക്കുമ്പോൾ പോലും അവർക്ക് ലഭിക്കുന്നത് പൂർണ്ണമായും ചെലവഴിക്കുകയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ? നാമൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ, അതിലൊക്കെ എത്ര ശതമാനം സത്യസന്ധതയുണ്ട്? അപ്പോൾ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ പോലും ദൈവത്തിന് വേണ്ടി പോലും ഭോഷ്ക് പറയുകയാണെങ്കിൽ അതും ഭോഷ്കിൽപ്പെടുന്ന കാര്യമാണ്. അതും ഭോഷ്കിൽപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ 144,000 പേരുടെ വായിൽ ഭോഷ്ക് ഇല്ലായിരുന്നു. കള്ളം പറയുക പോലും ചെയ്തില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു വെല്ലുവിളിയല്ലേ? നാം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും കള്ളം പറയുന്നവരല്ലേ? അപ്പോൾ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. യേശു വരുന്നു. മാരാനാഥ,
അനാഥമ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ആ വരവിനായി നമുക്ക് ഒരുങ്ങാം. അക്ഷയമായ കർത്താവിനെ സ്നേഹിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.